ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എണ്ണ കുറവുള്ള സ്നാക്സൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ അങ്ങനെ ട്രൈ ആക്കി നോക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ചിക്കൻ എഗ് പഫ്സ് ഫോളോയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമ്മുടെ പോളയുടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 50 ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ട് ഒരു ചെറിയ പീസ് ചിക്കൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾ മുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായത്. ഇത്രയും മതി. ഇതുപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് 2 ടീസ്പൂണാണ്, ഓരോ ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും രണ്ടും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട് മസാലയിലേക്ക് വേണ്ടിയിട്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്നിച്ചെന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. നല്ല സിമ്പിൾ ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നിർബന്ധമായിട്ടും ചേർക്കണേ, കാരണം പപ്സ് പോളയായതുകൊണ്ടാണ് കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ വേണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞളും മുളകൊന്നും ഇടാഞ്ഞത് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പച്ചവെള്ളമോ ചൂടുവെള്ളം എന്താണ് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതെന്തിനാ ഇങ്ങനെ ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പപ്സ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിന് ചെറിയൊരു ഈർപ്പുള്ള ടൈപ്പ് ഫില്ലിംഗ് അല്ലേ, ഓവർ ഡ്രൈ അല്ലല്ലോ, അങ്ങനെ ഈ ഒരു നനവുള്ള ഫീൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളം ഒഴിക്കുന്നത്. ഈ സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ചെയ്യണേ ഇങ്ങനെ തന്നെ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ഈർപ്പം ഉള്ള ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പം ചിക്കൻ എഗ് പപ്സ് ഫോളോ ആയതുകൊണ്ട് തന്നെ മുട്ട നിർബന്ധമായിട്ടും വേണം കേട്ടോ. ഒട്ടും തന്നെ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഫില്ലിങ് മാത്രം വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ 3 മുട്ട വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒരു മുട്ടനെ 4 ആക്കിയിട്ട് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്തൊരു ബൗളിലേക്ക് ഞാനിതാ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഇതും കൂടി റെഡിയാക്കി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോള സെറ്റ് ചെയ്ത് തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മുടെ പോള സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകിൽ ഇതുപോലത്തെ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ കുക്കറിലോ ഏത് പാത്രത്തിലും ചെയ്യുക കേട്ടോ. അടിയിൽ പിടിക്കാതെ നിങ്ങളൊന്ന് പ്രത്യേകം അടിയിൽ എന്തെങ്കിലും വെച്ചിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇത് ആദ്യം തന്നെ നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലും മിഡിലും ഒക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെയ്യ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഓയിലും വെളിച്ചെണ്ണയൊന്നും എടുക്കുമ്പോൾ അത്രയ്ക്ക് ഫ്ലേവർ ഉണ്ടാവില്ല, നെയ്യിലാവുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇല്ലേ, അതിലേക്ക് ഓരോ സ്ലൈസ് ബ്രെഡും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു പാനിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാനിൻ്റെ അടിഭാഗം കവറാകുന്ന രീതിയിൽ മൊത്തത്തിൽ. അത് നിങ്ങൾക്ക് എങ്ങനെയും വെക്കാം കേട്ടോ, കട്ട് ചെയ്തിട്ടും എങ്ങനെയും വെക്കാം. ഞാൻ വെക്കുന്ന പോലെ തന്നെ വെക്കണമെന്നൊന്നുമില്ല. എന്തായാലും അടിഭാഗം മൊത്തത്തിൽ കവറായിട്ട് കിട്ടണം ബ്രെഡ് കൊണ്ട്. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ അടിഭാഗം കവർ ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ല, അതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഫില്ലിങ് വെച്ച് കൊടുക്കുക ഫസ്റ്റ് ലെയറായിട്ട്. ഇങ്ങനെ വെച്ച് കൊടുത്ത് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയില്ലേ, അതും ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഓർഡറിലും വെക്കുക കേട്ടോ. ലെവൽ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മുട്ടയും കൂടിയും വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫില്ലിങ്ങിൽ ഒരു 1/4 ഭാഗത്തോളം മാറ്റി വെച്ചില്ലേ, അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു മുകൾ ഭാഗവും കൂടി ബ്രെഡ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മുട്ടയുടെ മിക്സ് വീണ്ടും ഞാൻ 2 മുട്ടയും പാലൊക്കെ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ മിക്സ് തീർന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ 2 മുട്ട വെച്ച് നോക്കി നോക്കി ചെയ്തെടുത്താൽ മതി, വെറുതെ ഒരുപാടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ഇതാ ഞാൻ ബീറ്റ് ചെയ്ത മിക്സിലേക്ക് മുക്കിയിട്ട് മുകൾ ഭാഗം മൊത്തത്തിൽ കവറാകുന്ന രീതിയിൽ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ സ്ലൈസ് ബ്രെഡും നമ്മുടെ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഇതാ മൊത്തത്തിൽ കവറാകുന്ന രീതിയിൽ എല്ലാം ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ കുറച്ച് മുട്ടയുടെ മിക്സ് ബാക്കിയുണ്ടാവും. അത് ഇതിൻ്റെ മുകളിൽ കൂടി സൈഡിൽ കൂടിയൊക്കെ ആയിട്ട് മൊത്തത്തിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. അത് എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പെല്ലാം ഒന്ന് കവറാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മല്ലിയില എന്തേലും നിങ്ങൾക്ക് ഡെക്കറേഷൻ എന്താണോ ഇഷ്ടമുള്ളത് അത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചില്ലി ഫ്ലേക്സൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് പാനൊക്കെ ഒന്ന് മൊത്തത്തിൽ ചൂടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഹോളുള്ള അടുപ്പാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അങ്ങനത്തെ കറക്റ്റ് ഒരു 16-17 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ പോള സെറ്റായിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ടുമുണ്ട്. മുകൾ ഭാഗമൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട്. അങ്ങനെ ഇതാ മുകൾ ഭാഗം 5 മിനിറ്റ് നല്ലപോലെ മൊരിയിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുത്തിരുന്നത്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ എഗ് പഫ്സ് പോലെയാണ്. അപ്പോൾ എന്തായാലും ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ നമുക്ക് എണ്ണ കുറവുള്ള സ്നാക്സൊക്കെ ട്രൈ ആക്കി നോക്കുന്ന സമയത്ത് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ നോക്കി മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ടില്ല നമ്മുടെ സൈഡ് പാർട്ട്, അത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വൈറ്റ് പാർട്ട് മാത്രം വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലും മുട്ടയൊക്കെ കാണുമ്പോൾ തന്നെ നല്ല സെർവ് ചെയ്ത് വെച്ചാലൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലി ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്